നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം നാളെ ആരംഭിക്കും. വാദം പൂർത്തിയാകാൻ 2 ആഴ്ച സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. അന്തിമവാദത്തിന്റെ നടപടിക്രമങ്ങൾ 1 മാസം കൊണ്ട് പൂർത്തിയാകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത്. ഉമേഷ് ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കേസിന്റെ വിചാരണയുടെ വിശദാംശങ്ങൾ? ഉമേഷ്, പ്രോസിക്യൂഷൻ അന്തിമവാദം ആരംഭിക്കാൻ പോവുകയാണ്. 2 ആഴ്ച സമയം വേണമെന്ന്, വാദം പൂർത്തിയാക്കാൻ 2 ആഴ്ച സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. വിശദാംശങ്ങൾ? ഷമ്മി, ഈ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് 4.5 വർഷം മാത്രം നീണ്ടുനിന്ന സാക്ഷി വിസ്താരം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് പോകുന്നത്. സാക്ഷി വിസ്താരം അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഏറ്റവും അവസാന നടപടിക്രമമായ അന്തിമവാദത്തിലേക്കാണ് കടക്കുന്നത്. അത് പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും വാദമുണ്ടാകും. ആ അന്തിമവാദം അവസാനിച്ചാൽ പിന്നീട് നേരെ വിധി പറയുന്നതിലേക്ക് പോവുക. അതാണ് നടപടിക്രമം. ഈ അന്തിമവാദം പൂർത്തിയാക്കാൻ ഏതാണ്ട് 2 ആഴ്ചയോളം സമയം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ്റെ വാദം അവസാനിച്ചാൽ പ്രതിഭാഗവും അതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉന്നയിക്കും. അങ്ങനെ അന്തിമവാദം പൂർത്തിയായാൽ പിന്നീട് മറ്റൊരു ദിവസത്തേക്ക് വിധി പറയാൻ മാറ്റുകയാണ് ചെയ്യുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സാക്ഷി വിസ്താരം വലിയ സങ്കീർണമായൊരു പ്രക്രിയയായിരുന്നു. ഇതിൽ പ്രോസിക്യൂഷൻ്റെ സാക്ഷി വിസ്താരം മാത്രം 4.5 വർഷത്തോളമാണ് നീണ്ടുന്നത്. അതിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രതിഭാഗം ക്രോസ് വിസ്താരം ചെയ്തത് 110 ദിവസമാണ്. അത് ഒരു ലോക റെക്കോർഡാണ് എന്ന് തന്നെ പറയാം. ഒരു കേസിലും ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും നീണ്ടുനിന്ന ഒരു സാക്ഷി വിസ്താരം ഉണ്ടാകുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മാത്രം 110 ദിവസം നീണ്ടുനിന്നു. അതിൽ തന്നെ 8ാം പ്രതിയായ ദിലീപിൻ്റെ അഭിഭാഷകനാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ 90 ദിവസത്തിലധികം വിസ്തരിച്ചത്. അങ്ങനെ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സാക്ഷി വിസ്താരമാണ് അവസാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് നാളെ കടക്കുകയാണ്. നാളെ മുതൽ അന്തിമവാദം ആരംഭിക്കും. നടിയെ ആക്രമിച്ച കേസിൻ്റെ അന്തിമവാദം ആരംഭിക്കുകയാണ്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.